ഓക്കെ, അപ്പൊ നമ്മള് അടിസ്ഥാന പാഠാവലിയിലേക്കൊന്ന് കടന്നാലോ? അല്ലെ, കേരള പാഠാവലിയൊക്കെ നമ്മൾ കണ്ടതാണ്. അടിസ്ഥാന പാഠാവലിയിലെ മൂന്നാമത്തെ യൂണിറ്റ് ഒന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് മൂന്നാമത്തെ യൂണിറ്റ് ചർച്ച ചെയ്യുന്നത്? യൂണിറ്റിന്റെ പേരെന്താണെന്നറിയോ നിങ്ങൾക്ക്? ഒരു കുടന്ന വെളിച്ചമായി. ഒരു കുടന്ന എന്താ? കുടന്ന കുമ്പിള. കൈ കുടന്ന നിറയെ മധുരം തരാം, അല്ലെ? കൈ കുടന്ന, കൈ കുമ്പിൾ. അപ്പൊ കുടന്ന എന്താ? കുമ്പിള. ഒരു കുമ്പിൾ വെളിച്ചമായി എന്ന് പറയുന്ന പാഠമാണ്, യൂണിറ്റ് ആണ് നിങ്ങൾക്ക് മൂന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ളത്. അതില് യൂണിറ്റിന്റെ തുടക്കത്തില് രണ്ട് വ്യക്തിത്വങ്ങളെ കുറിച്ച് നമ്മൾ കണ്ടു. രണ്ട് വ്യത്യസ്ത സ്വഭാവങ്ങളെ കുറിച്ച് നമ്മൾ കണ്ടു, അല്ലെ? ഒരു തോട്ടത്തിൽ നിന്ന് ഒരു കൃഷിക്കാരന് ഒരു വെണ്ണക്കൽ ശില്പം ലഭിക്കുകയും ആ വെണ്ണക്കൽ ശില്പം സൗന്ദര്യ ആസ്വാദകന് വിൽക്കുകയും സൗന്ദര്യ ആസ്വാദകൻ വലിയൊരു വിലയ്ക്ക് അത് വാങ്ങുകയും ആ വില കൊടുത്ത എന്താ പറയാ ആ ശില്പത്തിന് വില കിട്ടിയ കർഷകന്റെ കാഴ്ചപ്പാട് നമ്മൾ കണ്ടു, അല്ലേ? ഈ എന്താണ് ഈ എന്താ പറയാ, ഒരു കല്ലിൻ കഷ്ണത്തിന് ഇത്രയും പണം കൊടുത്ത് വാങ്ങിയ ആളൊരു വിഡ്ഢിയാണെന്നും ഈ പണം കൊണ്ട് എനിക്ക് എന്തെല്ലാം സൗഭാഗ്യങ്ങൾ ലഭിക്കുമെന്നും അയാൾ ചിന്തിച്ചപ്പോൾ സൗന്ദര്യ ആസ്വാദകൻ ചിന്തിച്ച എന്താണ്? ആർക്കാണ് ഈ പ്രതിമ വിൽക്കാൻ തോന്നുക? സ്വപ്നങ്ങൾ സമ്മാനിക്കാത്ത, ഒന്നിനും കൊള്ളാത്ത കുറെ കടലാസ് നോട്ടുകൾക്ക് വേണ്ടി ഇത് വിറ്റ അയാൾ എന്തൊരു വിഡ്ഢിയാണല്ലോ എന്ന് അവർ ചിന്തിക്കുന്നു. രണ്ടുപേരുടെയും കാഴ്ചപ്പാടാണ്, ഒരേ ശില്പത്തിൽ രണ്ടുപേരുടെയും കാഴ്ചപ്പാടാണ്. ഇന്നും അത്തരം കാഴ്ചപ്പാടുള്ളവരുണ്ട്, അല്ലെ? അതാണ് ആ യൂണിറ്റ് നമ്മുടെ മുമ്പിൽ ചെയ്യുന്നത്. അതിലെ ഏറ്റവും ആദ്യത്തെ പാഠമാണ് അജഗജാന്തരം, അല്ലെ? ഓർത്തു വെക്കണം, അജഗജാന്തരത്തിൽ നമുക്ക് പ്രധാനപ്പെട്ട ഒരു പാഠമുണ്ട്. ഒരു പ്രധാനപ്പെട്ട പാഠമാണ് അജഗജാന്തരത്തിൽ. ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഏതാ? നാണുക്കുട്ടി എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു യൂണിറ്റ് ആണ്, പാഠമാണ് അജഗജാന്തരം. അജഗജാന്തരം നമുക്ക് വളരെ ചുരുക്കത്തിൽ പറയാം. മഞ്ചാടി മനക്കിലെ നാണുക്കുട്ടി എന്ന് പറയുന്ന ആൾക്കൊരു മോഹമുണ്ട്. ആനക്കാരനായ നാണുക്കുട്ടിക്ക് ഒരു മോഹം എന്താണ്? ഒരു ആടിനെ, വെളുത്ത മൃഗത്തെ വാങ്ങി മേയ്ക്കണം. എല്ലാവരും ചെറുതിൽ നിന്നും വലുതിലേക്ക് കടക്കുമ്പോൾ നാണുക്കുട്ടി വലുതിൽ നിന്നും ചെറുതിലേക്കാണ് പോരുന്നതാ. ആനയിൽ നിന്നും ആടിലേക്കാണ് മോഹം പോരുന്നത്. അതിനുവേണ്ടി അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെടുന്നു. മഞ്ചാടി മനക്കൽ ചെന്നിട്ട് താൻ ആനപ്പണി നിർത്തിയെന്ന് പറയുന്നു. താൻ ആടിനെ വാങ്ങാൻ വേണ്ടി പോകുന്നു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ കളിയാക്കിയവരോടൊക്കെ പ്രതികരിച്ചു നിൽക്കുന്നു. അവസാനം ഒരു നങ്ങേമ, അല്ലെ? നങ്ങേലിയാണോ നങ്ങേമയാണോ? നങ്ങേലി എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലെ? എന്താണ് പേരിട്ടു? നങ്ങേമ, അല്ലെ? ആനയ്ക്കിടുന്ന ആനപ്പേര് തന്നെയാണ് ആടിനും ഇട്ടത്. അങ്ങനെ അതിനെ ലാളിച്ചുകൊണ്ടും പരിപാലിച്ചുകൊണ്ടും ഇരിക്കുന്ന നാണുക്കുട്ടി മറ്റുള്ളവരെ മുഴുവൻ കണ്ണിൽ മഞ്ഞ പൂശിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ആഗ്രഹം സാധിപ്പിക്കുന്നു. വലിയ കറുത്ത മൃഗത്തിൽ നിന്നും വെളുത്ത ചെറിയ മൃഗത്തിലേക്കുള്ള അയാളുടെ ആഗ്രഹങ്ങളുടെ പരിണാമം. അങ്ങനെ ആ ആടും ആനയും തമ്മിലുള്ള ചില വ്യത്യാസങ്ങളാണ് നാണുക്കുട്ടി ഓർത്തെടുക്കുന്നത്. ആവശ്യമില്ലാതെയുള്ള ചിണുങ്ങൽ ആർക്കുള്ളതാണ്? എപ്പോഴും ചിണുങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ് ആട്. എന്നാൽ വല്ലപ്പോഴും കൊലവിളി നടത്തുന്നവനാണ് ആന, അല്ലെ? ആനയോടൊപ്പം നടക്കാം, പക്ഷെ ആടിന്റെ ഒപ്പം നടക്കാൻ പറ്റില്ല. ആടിന്റെ പിന്നിൽ ഒരു പ്രത്യേക നടത്തം തന്നെ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ആനയ്ക്ക് തോട്ടി വെച്ചാൽ നിൽക്കും, പക്ഷേ ആടിന് തോട്ടി വെച്ചാൽ നിൽക്കില്ല. മാത്രമല്ല, മരണഭയമില്ലാതെ പോറ്റാൻ പറ്റിയ ജീവി ആട് തന്നെയാണ് ആനയേക്കാൾ എന്നുള്ള നിഗമനത്തിൽ എത്തിച്ചേരുന്ന ഒരു പാഠം. വളരെ ചുരുക്കി യൂണിറ്റിനെ ഒന്ന് മൊത്തത്തിൽ ചർച്ച ചെയ്യുക എന്നുള്ള ലക്ഷ്യം വെച്ചിട്ടാണ് മക്കളെ നമ്മൾ. അതാണ് നാണുക്കുട്ടിയുടെ അജഗജാന്തരം എന്നുള്ള പാഠത്തിന്റെ ഒരു സമ്മറിയാ, ചെറിയ ഒരു ഭാഗം. യൂണിറ്റിനെ കുറിച്ച് പൊതുവായ ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. ഇനി NN കക്കാടിന്റെ സഫലമീ യാത്ര എന്ന കവിതയാണ് മുന്നോട്ട് വെക്കുന്നത്, അല്ലെ? അടുത്ത പാഠമായി വരുന്നത്. NN കക്കാട് ക്യാൻസർ രോഗബാധിതനായി ആശുപത്രി കിടക്കയിൽ കിടക്കുമ്പോൾ ആ വേദന തിന്ന് ജീവിച്ച കാലഘട്ടത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ കവിത, അല്ലെ? തുടങ്ങുന്ന തന്നെ എങ്ങനെയാ? ആർദ്രമീ ധനുമാസരാവുകളിൽ ഒന്നിൽ ആതിരവരും പോകുമല്ലേ സഖി, ഞാനീ ജനലഴി പിടിച്ചൊട്ടു നിൽക്കട്ടെ, നീ എന്നണിയത്തു തന്നെ നിൽക്കൂ.
ഈ പഴം കൂടൊരു ചുമയ്ക്കടിയിടറി വീഴാം. അല്ലേ? ഇന്ന് തണുപ്പുള്ളതും അലിവൂർന്നതുമായ ധനുമാസം, തണുപ്പുള്ള ധനുമാസ രാത്രിയിൽ നിലാവ് വന്നും പോയി കൊണ്ടിരിക്കുകയാണല്ലേ പ്രിയപ്പെട്ടവളെ. ഇന്ന് ഞാൻ ആ ജനലഴിയിലൂടെ ഒന്ന് ആ നിലാവിനെ കാണട്ടെ, നീ എൻ്റെ അരികിൽ നിൽക്കണം. കാരണം എന്താ? ഒരു ചുമയ്ക്ക് അടിയിടറി വീണു പോയേക്കാവുന്ന പഴങ്കൂടാണ് ഇപ്പോൾ എൻ്റെ ശരീരം. രോഗബാധിതനായ അദ്ദേഹം ഇദ്ദേഹത്തിന്റെ രോഗബാധിത കിടക്കയിൽ, അല്ലെങ്കിൽ ഇദ്ദേഹം രോഗം ബാധിച്ച് കിടക്കുമ്പോൾ വിഷ്ണു നാരായണൻ നമ്പൂതിരി കാണാൻ പോവുകയും അവിടെ വെച്ച് ബഷീർ, വൈക്കം മുഹമ്മദ് ബഷീറിനെ കാണുകയൊക്കെ ചെയ്തുള്ള ഒരു പാഠം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? 8ാം ക്ലാസ്സിലാ. ബഷീർ എന്ന വല്യുന്ന ഓർക്കുന്നില്ലേ നിങ്ങൾ? അവശൻ കക്കാടിന്റെ രോഗശയ്യയിലെന്നാൽ ഓർക്കുന്നില്ലേ? ആ അവശൻ കക്കാട്, NN കക്കാട് രോഗബാധിതനായിരിക്കുമ്പോൾ എഴുതിയ കവിതകളിലൊന്നാണ്. അതിനുശേഷം പറയാണ്, തന്നെ മുറിവേറ്റ കഴുത്തിന് വേദന കുറച്ച് കുറവുണ്ടാ, ഞാൻ മങ്ങിയ ഓർമ്മകൾ മങ്ങിയതുപോലെയുള്ള മങ്ങിയ ഇരുട്ടിന്റെ മങ്ങിയ നിലാവിന്റെ അപ്പുറത്തെ ഇരുട്ടിൽ നിന്നും പഴയ കുറെ കാര്യങ്ങൾ, അതായത് ഇരുട്ടെന്താ? ജീവിതത്തിലെ കഴിഞ്ഞുപോയ കാര്യങ്ങളെയാണ് ഇവിടെ ഇരുട്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ഇരുട്ടിൽ നിന്നും ഞാൻ ചില ഓർമ്മകൾ ചികഞ്ഞെടുക്കുകയാണ്. ഏകാന്ത നക്ഷത്രങ്ങളെ കണ്ട് വിറച്ചു നിൽക്കുന്ന നക്ഷത്രങ്ങൾ, തന്നെ പോലെ ഏകാഗിയായ നക്ഷത്രത്തെ നോക്കി ഭാര്യയോട് ചില കാര്യങ്ങൾ കവി പറയുകയാണ്. ഓരോ ശബ്ദം കൊണ്ട് ആളെ തിരിച്ചറിഞ്ഞും, ഓരോ നിറം കൊണ്ട് നേരത്തെ അളന്നും, ഓരോ ഗുളികകളിൽ അന്തികൾ ഇഴഞ്ഞൊക്കെ ഞാൻ നീങ്ങുമ്പോൾ നിലാവ് ഒച്ചയും അനക്കവും ഇല്ലാതെ വന്നേക്കാം. ഈ പ്രാവശ്യം നമുക്ക് എന്ത് ചെയ്യണം? നിലാവിനെ 2 കൈയും നീട്ടി സ്വീകരിക്കണം. അല്ലെ? വരും കൊല്ലം ആരെന്നോ എന്തെന്നോ അറിയില്ല എന്ന് പറയുന്നു. അതിനുശേഷം അദ്ദേഹം ജീവിതത്തിൽ പിന്നിട്ട വഴികളെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. അതിന് അവസാനം ഏറ്റവും നല്ലൊരു മെസ്സേജ്, ഏറ്റവും നല്ലൊരു സന്ദേശം നമുക്ക് നൽകുന്നത്. എന്താണ് സന്ദേശം? ഭാര്യയും ഭർത്താവും പരസ്പരം 3 വടികളായി വാർദ്ധക്യത്തെ സമീപിച്ചാൽ സഫലമാണ് ജീവിതം. അങ്ങനെയുള്ള ചില ഓർമ്മപ്പെടുത്തലുകൾ നൽകുന്ന പാഠമാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ള പാഠം എന്ന് പറയുന്നത് ഏതാണ്? കവിയും സമൂഹ ജീവി എന്ന് പറയുന്ന പാഠമാണ്. അല്ലെ? കവിയും സമൂഹ ജീവിയാണ് എന്ന് പറയുന്ന കുമാരനാശാന്റെ ഒരു കുമാരനാശാനെ കുറിച്ച് ആരെഴുതിയ? ജോസഫ് മുണ്ടശ്ശേരി മാഷ് എഴുതിയ. ജോസഫ് മുണ്ടശ്ശേരി ആരാ ജോസഫ് മുണ്ടശ്ശേരി? നിരൂപകനാണ്. അതോടൊപ്പം കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി കൂടിയാണ് അദ്ദേഹം. അല്ലെ? ഇവിടെ കവിയും സമൂഹ ജീവി എന്ന് പറയുന്നത് എന്താണ്? കവി സമൂഹത്തിലെ മറ്റൊരു ജീവി തന്നെയാണ്. അല്ലെ? സമൂഹത്തിന്റെ ഭാഗം തന്നെയാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിലുള്ളതിനെ എല്ലാം പ്രതികരിക്കുന്ന ആളായിരിക്കും ആരാ? കവി എന്ന് പറയുന്നത്. അതാണ് കവിയും സമൂഹ ജീവി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സമൂഹത്തിലെ എല്ലാ തിന്മകൾക്കെതിരെയും തൂലിക പടവാളാക്കാൻ പലപ്പോഴും കവികളും തയ്യാറാവാറുണ്ട്. 19ാം യൂറോപ്പിനെ കിടിലം കൊള്ളിച്ച മഹാപരിവർത്തനം, അല്ലെ? യൂറോപ്പിനെയൊക്കെ കിടിലം കൊള്ളിച്ച കുറെ വിപ്ലവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ വിപ്ലവത്തിന്റെ ഒക്കെ അലയൊലികൾ എവിടെയുമുണ്ട്? നമ്മുടെ കൊച്ചു കേരളത്തിലും ഉണ്ടായിരുന്നു. ആ കേരളത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട വിപ്ലവങ്ങളിലൊന്ന് ശ്രീനാരായണ ഗുരുവിന്റെ അവർണരെ ഉയർത്തിക്കൊണ്ടുവരലായിരുന്നു. എങ്കിൽ മറ്റൊന്ന് സവർണർ, ബ്രാഹ്മണർക്കിടയിൽ തന്നെ ഉണ്ടായിരുന്ന വിപ്ലവമാണ്, ജാതി വ്യവസ്ഥയാണ്. ആ ജാതി വ്യവസ്ഥ കൊടുമ്പിരി കൊള്ളുമ്പോഴാണ് കുമാരനാശാൻ കാവ്യ ജീവിതം ആരംഭിക്കുന്നത്. കുമാരനാശാന് പല കോണുകളിൽ നിന്നും പല രീതിയിലുള്ള ജാതീയ പീഡനങ്ങളും സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനെയൊക്കെ അദ്ദേഹം ശക്തമായി വിമർശിക്കുകയും ചെയ്യുന്നു. എന്തിന്? ജാതിയുടെയും മതത്തിന്റെയും പേരിൽ തമ്മിലടിച്ച് മരിക്കുന്ന മക്കൾക്ക് സ്വാതന്ത്ര്യം പോലും ആവശ്യമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നാലോ അതേസമയം ശക്തനായ ഒരു സ്വാതന്ത്ര്യവാദി കൂടിയായിരുന്നു കുമാരനാശാൻ. അദ്ദേഹം അദ്ദേഹം പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. നരൻ അശുദ്ധ വസ്തുവാണ് പോൽ, ധരയിൽ നടപ്പത് തീണ്ടലാണ് പോൽ. യഥാർത്ഥ നഗരം ജാതി ചിന്ത നിറഞ്ഞാടുന്ന ഈ ഭൂമിയാണ് ഏറ്റവും വലിയ നരകം എന്നുള്ള കണ്ടെത്തലിലേക്ക് അദ്ദേഹം എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്വാതന്ത്ര്യം അമൃതും സ്വാതന്ത്ര്യം ജീവിതവും പാരതന്ത്ര്യം അഭിമാനികൾക്ക് മരണത്തെക്കാൾ ഭയാനകമാണെന്നും പറഞ്ഞത് ആര് തന്നെയാണ്? ഇദ്ദേഹം തന്നെയാണ്. അപ്പോൾ തികഞ്ഞ സ്വാതന്ത്ര്യവാദി തന്നെയായിരുന്നു ആശാൻ എന്നും ആശാൻ ആഗ്രഹിച്ച സ്വാതന്ത്ര്യം എന്താണ്? ജാതീയ സാമ്പത്തിക സാമൂഹികമായ സ്വാതന്ത്ര്യമാണ്. എല്ലാ അർത്ഥത്തിലും മനുഷ്യന് ജീവിക്കാൻ കഴിയുന്ന ഒരു സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് അദ്ദേഹം ചിന്തിച്ചത്.
ഇനി നമുക്ക് പിന്നെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഇന്ത്യയെ കണ്ടെത്തൽ എന്നാണ് എൻ്റെ വിശ്വാസം, അല്ലേ? യെസ്, ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പാഠഭാഗത്തിലെ ബുദ്ധന്റെ ഉപദേശം എന്ന് പറയുന്ന ഒരു ചെറിയ ഭാഗം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ബുദ്ധന്റെ ഉപദേശങ്ങളുടെ സമകാലിക പ്രസക്തിയാണ് ഉദ്ദേശിച്ചത്, അല്ലെ? ബുദ്ധൻ എന്തൊക്കെയാണ് സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത്? ബുദ്ധൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ബുദ്ധൻ പറയുന്നത് ഒരിക്കലും എന്താണ്, ഒരുപാട് പേരെ ജയിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് പേരെ കൊല്ലുന്നവനല്ല യഥാർത്ഥ യോദ്ധാവ്. തന്നെ തന്നെ ജയിക്കാൻ ഒരുവൻ എപ്പോൾ പ്രാപ്തനാവുന്നവോ അവനാണ് ജേതാവ്. അതാണ് അദ്ദേഹം ആദ്യം പറയുന്നത്. എല്ലാ മതത്തിൽപ്പെട്ടവർക്കും തൻ്റെ ബുദ്ധമതം സ്വീകരിക്കാമെന്ന് ആദ്യമേ അദ്ദേഹം പറയുന്നു. അതിനുശേഷം പറയുന്നു, തെറ്റ് ചെയ്തവനെ അത് ഓർമ്മിപ്പിക്കുന്നത് അവൻ്റെ മുറിവിൽ എന്താണ്, മുളക് തേക്കുന്നതിന് തുല്യമാണ്. ഒരുവന്റെ കുറ്റങ്ങൾ അവനെ ഓർമ്മപ്പെടുത്തി അവനെ വീണ്ടും വീണ്ടും വേദനിപ്പിക്കുന്നത് ശരിയല്ല. അതിനുശേഷം പറയുന്നു, ഒരു വിജയം പോലും നമുക്ക് ദുഃഖം സമ്മാനിക്കുന്നു. കാരണം എന്താ? പരാജിതൻ എപ്പോഴും ദുഃഖിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ വ്യക്തിഗത വിജയം പോലും മറ്റൊരാളുടെ ദുഃഖത്തിന് കാരണമാകുന്നു എന്നുള്ളതാണ്. അങ്ങനെ ജീവിതം എന്ന് പറയുന്നത് അനസ്യൂതമായി പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന മഹത്തായ ഒന്നാണ്. അതിന് നമ്മളൊക്കെ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾക്കും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്കും നമ്മൾ കണ്ടെത്തുന്ന സത്യങ്ങൾക്കും ഒക്കെ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നവയാ. നമ്മൾ ഇന്ന് സത്യം എന്ന് പറയുന്നത് നാളെ അത് സത്യമാവണമെന്നില്ല. ഇന്ന് നമ്മൾ പറയുന്ന ഒരു സെല്ല് നാളെ പഴങ്കഥയാകുകയും പുതിയ സെല്ല് വരികയും ചെയ്യുന്നത് പോലെ ഇന്ന് നമ്മൾ പറയുന്ന സത്യം ഇന്നിൻ്റെ മാത്രം സത്യമാണ്. നാളെ അത് സത്യമാകണമെന്നില്ല. അങ്ങനെ നാളെയോ അന്നും അല്ല, ഇന്നിൻ്റെ സത്യത്തിലൂടെ ജീവിക്കാൻ നമ്മൾ പ്രാപ്തരാകണം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പാഠം തന്നെയാണ് ഏത്? ബുദ്ധന്റെ ഉപദേശങ്ങൾ. ബുദ്ധന്റെ ഉപദേശം നിങ്ങൾ ഒരുപാട് പദപ്രയോഗങ്ങളും ഒരുപാട് വാക്കുകളൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വാക്കുകളൊക്കെ ഉണ്ടാകും. അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. നിങ്ങൾ ഒരു കാര്യം ഓർത്താൽ മതി, ബുദ്ധ സന്ദേശങ്ങളുടെ ആകെ തുക എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. എന്ത്? നിങ്ങളായി ജീവിക്കുക, നിങ്ങൾക്കുള്ളിലെ സത്യത്തെ സത്യമായി കാണുക. അന്യൻ പറയുന്ന സത്യം സത്യമാവണമെന്നില്ല. നിങ്ങളുടെ മനസ്സാക്ഷിക്കനുസരിച്ചാണ് സത്യവും തെറ്റും, നന്മയും തിന്മയും, ശരിയും തെറ്റും ഒക്കെ ഉണ്ടാകുന്നത് എന്നൊരു ബോധം നിങ്ങൾക്കുണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ബുദ്ധന്റെ ഉപദേശങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ യൂണിറ്റിലെയും പ്രധാനപ്പെട്ട പാഠങ്ങളാണ്. ഞാൻ ബുദ്ധന്റെ ഉപദേശം നമുക്ക് ഡീറ്റെയിൽ ആയി പോകാനുണ്ട്, അത് പിന്നീട് പറയാം. ഏറെക്കുറെ ഇദ്ദേഹം പറഞ്ഞ ചില തത്വചിന്തകൾ മാത്രം നമുക്ക് അവതരിപ്പിക്കാമെന്ന് തോന്നുന്നു. നോക്കൂ, ഇതിൽ അദ്ദേഹം സത്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലേ. വെള്ളത്തിന്റെ ഒഴുക്ക് നമ്മൾ കാണാറുണ്ട്. അതിങ്ങനെ തുടരുന്ന പോലെ ഇങ്ങനെ ഒരു ഇളക്കം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. പക്ഷെ ആ ഒരു ഒഴുക്കിൽ നിന്ന് മറ്റൊരു ഒഴുക്കിലേക്ക് പോകുമ്പോൾ എത്ര ലിറ്റർ വെള്ളം മാറി മറിഞ്ഞ് വരുന്നുണ്ട്. ഒഴുക്കിൽ ഒരു വെള്ളം താഴോട്ട് പോകുന്നുണ്ട്, വേറെ വെള്ളം വരുന്നുണ്ട്, അല്ലേ? അതുപോലെ തന്നെയാണ് സത്യം മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ മനസ്സാണ് സത്യത്തെയും തിന്മയെയും ഒക്കെ വേർതിരിക്കേണ്ടത്. ഇതാണ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മക്കൾക്ക് യൂണിറ്റ് ഒരു യൂണിറ്റ് അവലോകനം മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് യൂണിറ്റിനെ ഡീറ്റെയിൽ ആയി എടുക്കാനുണ്ട്, ഒക്കെ നമുക്ക് എടുക്കാം. അപ്പൊ നമുക്ക് ആ യൂണിറ്റും കഴിഞ്ഞിരിക്കുകയാണ്. ഏറെക്കുറെ യൂണിറ്റിനെ കുറിച്ചുള്ള ഒരു പൊതുധാരണ നിങ്ങൾക്കുണ്ടായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഓക്കെ.